നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പുതുവത്സരത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ കേരളത്തിലെ കാർഷിക വിപണികളിൽ എന്താണ് സംഭവിക്കുന്നത്? കുരുമുളക്, നാളികേരം, വെളിച്ചെണ്ണ, കൊപ്ര, റബ്ബർ എല്ലാം വില വർധനവായോ അതോ വില ഇടിവാണോ? കർഷകർക്കും വ്യാപാരികൾക്കും ഏറെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാർഷിക വിപണി അപ്ഡേറ്റ് എന്തെന്ന് നോക്കാം. പുതുവത്സര ദിനത്തിൽ തന്നെ ആദ്യ ഇടപാടുകൾക്ക് പലരും നല്ല ഉത്സാഹം കാണിച്ചു. എന്നാൽ കൊച്ചി മാർക്കറ്റ് ഇന്നലെ ഹോളിഡേ മൂഡിൽ ആയതിനാൽ കുരുമുളക് വില മൂന്നാം ദിവസം സ്റ്റഡിയായി തുടരുകയാണ്. നിലവിൽ കുരുമുളക് ക്വിന്റലിന് ഏകദേശം 70,000 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. കാലാവസ്ഥ ആനുകൂല്യമായി തുടരുകയാണെങ്കിൽ മൂപ്പ് കുറഞ്ഞ മുളകിന്റെ വിളവെടുപ്പ് കാർഷിക മേഖലയിൽ ഊർജിതമാക്കാൻ സാധ്യതയുണ്ട്. അടുത്ത മാസം അടിമാലി മേഖലയിൽ നിന്നുള്ള പുതിയ മുളക് വിപണിയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് വിപണി വൃത്തങ്ങൾ. വില നല്ല നിലയിൽ തുടരുന്നതിനാൽ ചില കർഷകർ വിളവെടുപ്പ് അല്പം നേരത്തെയാക്കാൻ ശ്രമം നടത്താനും സാധ്യതയുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ഈ സീസണിലെ ഉൽപാദനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറയുമെന്ന സൂചനകൾ കർഷകരിൽ നിന്നും ലഭിക്കുന്നുമുണ്ട്. നാളികേരവും കൊപ്രയും വിപണി എങ്ങനെയാണ്? നാളികേര സീസൺ ഈ വർഷം പതിവിലേക്കാൾ അല്പം നേരത്തെ ആരംഭിക്കാമെന്ന നിഗമനത്തിലാണ് ചെറുകിട കർഷകർ. പ്രധാനമായൊരു കാര്യം, അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പച്ചതേങ്ങയും കൊപ്രയും വില ഉയർന്ന നിലയിൽ തുടരുകയാണ്. ഇത് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഒരു നല്ല അവസരമാകാനാണ് സാധ്യത. നിലവിലെ വിലകൾ കൊപ്രയ്ക്ക് 18,750 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 31,300 രൂപയുമാണ്. വെളിച്ചെണ്ണ വില വിദേശ ഭക്ഷ്യ എണ്ണകളിൽ നിന്നുള്ള മത്സരം കുറയുന്ന സാഹചര്യത്തിലാണ് വെളിച്ചെണ്ണ വിപണി മുന്നോട്ടു പോകുന്നത്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വെളിച്ചെണ്ണ വില തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യത വിപണി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് കർഷകർക്കും എണ്ണമില്ലുകൾക്കും നല്ല വാർത്ത തന്നെയാണ്. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ റബ്ബർ ഷീറ്റിൽ ലാറ്റക്സ് വിലകൾ സ്റ്റഡിയായിട്ടാണ് തുടരുന്നത്. ന്യൂ ഇയർ ആഘോഷങ്ങളിൽ വാങ്ങലുകാരും വിൽപ്പനക്കാരും അമർന്നു നിന്നതിനാൽ ആഭ്യന്തര വിദേശ വിപണികളിൽ വിലയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കൊച്ചി മാർക്കറ്റിൽ 4ാം ഗ്രേഡ് റബ്ബർ 18,400 രൂപ എന്ന നിലയിലാണ് വ്യാപാരം. ഇതാണ് പുതുവത്സര ദിനത്തിൽ കേരള കർഷക വിപണിയിലെ പ്രധാന അപ്ഡേറ്റുകൾ. കുരുമുളക്, നാളികേരം, വെളിച്ചെണ്ണ, റബ്ബർ ഇവയുടെ വിലയിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ബോക്സിൽ പറയൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.